റഷ്യയിൽ പതിക്കുന്ന ഷെല്ലുകളിലേറെയും ഇന്ത്യയുടെയാണ് എന്ന ഒരു വലിയ വാർത്ത വരുന്നു. അത് നേരത്തെ മുതൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അത്തരത്തിലായിരുന്നു. ഉക്രൈൻ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ ഒരു ഭാഗം ഇന്ത്യയുടേതാണ്. ഇതിനെതിരെ കടുത്ത നിലപാടുമായി റഷ്യ രംഗത്തെത്തിയിരുന്നു. നമ്മളുടെ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്കോവും തമ്മിൽ ഇതേക്കുറിച്ച് ചർച്ച നടത്തിയിരുന്നു. ഇന്ത്യ പറയുന്നത് ഈ ഭീരങ്കിൽ ഉപയോഗിക്കുന്ന ഷെല്ലുകൾ അടക്കമുള്ള ചില ആയുധങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വിൽക്കുന്നുണ്ട്. ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഉക്രൈന് ഇത് നൽകിയതാണോ അതോ അവർക്ക് വിറ്റതാണോ എന്നറിയില്ല. ഏതായാലും ഇന്ത്യയുമായിട്ടുള്ള ഇന്ത്യൻ കമ്പനികളാണ് ഈ ഷെല്ലുകളും മറ്റും നിർമ്മിക്കുന്നത്. ഇന്ത്യയുമായിട്ട് അങ്ങനെ ഒരു കരാറില്ല. ഇന്ത്യയുടെ കരാർ അനുസരിച്ചിട്ട് ഈ വാങ്ങുന്ന ആൾക്ക് മാത്രമേ അത് ഉപയോഗിക്കാൻ കഴിയൂ. മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്താൽ സ്വാഭാവികമായി ആ കരാർ റദ്ദ് ചെയ്യപ്പെടുമെന്നാണ് പറയുന്നത്. പക്ഷേ റഷ്യ ഇവിടെ പറയുന്നത് കഴിഞ്ഞ ഒരു വർഷമായി ഇത്തരത്തിലുള്ള ആയുധങ്ങളാണ് റഷ്യയുടെ മേൽ പതിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇതിൽ മുൻകൈയെടുക്കുകയും ആയുധങ്ങൾ കയറ്റുമതി ചെയ്ത് നിർത്തിവെക്കണമെന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യ പറയുന്നത് അവിടെ ഈ യുക്രൈനിലെ 1% മാത്രമാണ് ഇന്ത്യൻ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് അറിയാൻ കഴിഞ്ഞത്. ഇതിൻ്റെ വ്യക്തത കൈവന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി തന്നെ കരാർ ലംഘിക്കപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ കരാർ അവസാനിപ്പിക്കാൻ തയ്യാറാകുമെന്നാണ് പറയുന്നത്. ഏതായാലും ലോകത്ത് ഇപ്പോൾ വേറൊരു രാജ്യത്തിൻ്റെ ആയുധം വെച്ച് മറ്റൊരു രാജ്യത്തിനെ ആക്രമിക്കുന്ന ഒരു രീതിയുണ്ട്. സ്വാഭാവികമായി ഓരോ രാജ്യങ്ങളും തങ്ങൾക്ക് വേണ്ട ആയുധങ്ങളൊക്കെ വാങ്ങി വെക്കാറുണ്ട്. അത് അവരുടെ സ്വയരക്ഷയ്ക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് ആയുധം വാങ്ങുന്ന രാജ്യം മറിച്ച് വിൽക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതാണ് ഇപ്പോൾ റഷ്യയെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും റഷ്യൻ മണ്ണിൽ പതിക്കുന്ന ചില ആയുധങ്ങളെങ്കിലും ഇന്ത്യയിൽ നിർമ്മിച്ചവയാണ്, ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നവയാണ്. ഏതായാലും ഇന്ത്യ പറയുന്നത് ഇത് കരാർ ലംഘനമാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, കാരണം ഞങ്ങൾ ചില യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അത് നൽകുന്നുണ്ട്, അവർ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കടുത്ത നടപടികളിലേക്കും കരാർ ലംഘനത്തിലേക്കും പോകും. കരാർ ഓട്ടോമാറ്റിക്കായി അത് അവസാനിക്കുകയും ചെയ്യുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.